ഈ വർഷം ഇത് മൂന്നാം തവണയാണ് ഭീകരാക്രമണത്തിൽ ലണ്ടനും ലണ്ടൻ ബ്രിഡ്ജും വിറങ്ങിലിക്കുന്നത്. ലണ്ടൻ ബ്രിഡ്ജിലും സമീപത്തെ ബോറോ മാർക്കറ്റിലുമാണ് മിനിറ്റുകൾക്കുള്ളിൽ വ്യത്യസ്ത ആക്രമണങ്ങൾ നടന്നത്. പ്രശസ്തമായ ലണ്ടൻ ബ്രിഡ്ജിൽ കാൽനട യാത്രക്കാരിലേക്ക് വാഹനം ഇടിച്ചുകയറ്റിയപ്പോൾ ബോറോ മാർക്കറ്റിലെ റെസ്റ്റോറൻറ്റിൽ മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് അക്രമി കണ്ണിൽ കണ്ടവരെയെല്ലാം കുത്തിവീഴ്ത്തുകയായിരുന്നു. ഇരു സംഭവങ്ങളിലുമായി പരിക്കേറ്റ 30-ലധികം പേർ ചികിത്സയിലാണ്. ആക്രമണത്തെ IS സ്വാഗതം ചെയ്തിട്ടുണ്ട് എങ്കിലും സംഭവത്തിന് പിന്നിൽ ആരെന്നത് സംബന്ധിച്ച് സ്ഥിരീകരണത്തിനായി മെട്രോപൊളിറ്റൻ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് ലണ്ടൻ ബ്രിഡ്ജ്, ബോറോ മാർക്കറ്റ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ നിയന്ത്രണം സുരക്ഷാ വിഭാഗം ഏറ്റെടുത്തു കഴിഞ്ഞു. ഭീരുത്വം കലർന്ന ഭീകരാക്രമണം എന്നാണ് സംഭവത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ വിശേഷിപ്പിച്ചത്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കോബ്ര ടീം ഉൾപ്പെടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം പ്രധാനമന്ത്രി വിളിച്ചിട്ടുണ്ട്. ബ്രിട്ടൻ അടിക്കടി ഭീകരാക്രമണങ്ങൾക്ക് വേദിയാകുന്ന സാഹചര്യത്തിൽ കൈക്കൊള്ളേണ്ട അടിയന്തരവും ശാശ്വതവുമായ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. സംഭവത്തെ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ രൂക്ഷഭാഷയിൽ അപലപിച്ചു. ബ്രിട്ടന് എല്ലാവിധ സഹായങ്ങളുമായി അമേരിക്ക, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള ലോകശക്തികളും രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.